മേധാവി അലി ലാരിജാനിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലാരിജാനിക്ക് പുറമെ മകനും സഹായി അലി റസ ബയാത്ത് ഉൾപ്പെടെ നിരവധി അംഗരക്ഷകരും കൊല്ലപ്പെട്ടതായി ഇറാൻ ദേശീയ സുരക്ഷാ കൌൺസിൽ അറിയിച്ചു. ഇറാനിലെ ബാസിജ് ഫോഴ്സ് കമാൻഡർ ഗുലൈം റസ സുലൈമാനിയും കൊല്ലപ്പെട്ടതായി ഇറാൻ. തോറ്റുകൊടുക്കില്ലെന്ന് മുജ്തബ ഖാംനെയി പറയുന്നു. മധ്യസ്ഥർ വഴി മുന്നോട്ട് വച്ച ചർച്ചാ നിർദ്ദേശം ഇറാൻ പരമോന്നത നേതാവ് തള്ളി. ഇറാൻ ആക്രമണം അവസാനിപ്പിക്കുന്നതോടെ എണ്ണവില കുറയുമെന്നും അത് ഉടനെ ഉണ്ടാകുമെന്നും ട്രംപ് പറയുന്നു. ഹോർമുസിന്റെ സുരക്ഷയ്ക്ക് US നടത്തുന്ന പരിശ്രമങ്ങളിൽ പങ്കാളിയാകുമെന്ന് UAE വ്യക്തമാക്കി. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, പശ്ചിമേഷ്യ കടുത്ത സംഘർഷ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണുകയാണ്. വലിയ ആക്രമണങ്ങൾ നടന്ന ഇന്നലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടായ ദിവസം കൂടിയാണ്. അലി ലാരിജാനി, നമുക്കറിയാം, അയത്തുള്ള അലി ഖാംനെയുടെ ഒപ്പം ഒരു 3 ദശാബ്ദമായി അദ്ദേഹത്തിന്റെ കണ്ണും കാതുമായി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഒരു അപ്രഖ്യാപിത നേതാവായി തന്നെ അവിടെ തുടരുന്ന അലി ലാരിജാനിയുടെ മരണം, അത് ഇറാൻ ഉണ്ടാക്കുന്ന നഷ്ടം വലുതല്ല. ഇനിയുള്ള ആക്രമണങ്ങളെ അത് ബാധിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഹാസ രൂപേണ പറയുന്നുമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എത്ര വലിയ നഷ്ടത്തെ ഇറാൻ നേരിടുന്നു, ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നാസർ? ജിൽസി, തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഈ നേതാക്കളെ വകവരുത്തിക്കൊണ്ടുള്ള ഇസ്രായേലിന്റെ നീക്കം സ്വാഭാവികമായിട്ടും ഒരു നേതൃശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെയും തങ്ങൾ മറികടക്കും. കാരണം നേരത്തെ തന്നെ ഇത് അറിയാമായിരുന്നു. ഇത്തരം വ്യക്തികളൊക്കെയും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് പകരം നേതൃത്വം മുന്നോട്ട് വരും, അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമെന്നൊരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അലി ലാരിജാനിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ജിൽസി സൂചിപ്പിച്ചിടത്തോളം പിന്നിട്ട ഒരു 3-3.5 പതിറ്റാണ്ട് കാലം അല്ലെങ്കിൽ അതിലേറെയും പാർലമെന്റ് സ്പീക്കർ എന്ന നിലയ്ക്ക്, മന്ത്രി എന്ന നിലയ്ക്ക്, അതോടൊപ്പം തന്നെ ഈ പ്രതിരോധ സ്ഥാപനങ്ങളുടെ മേധാവി എന്ന നിലയ്ക്കും ഇറാനിയൻ രാഷ്ട്രീയത്തിലും സൈന്യത്തിലും വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളും പിന്നെ സ്വാധീനവും ഉറപ്പിച്ചൊരു വ്യക്തിയുടെ വിയോഗം കൂടിയാണ് ഈ ലാരിജാനിയുടെ വധത്തിലൂടെ ഇല്ലാതാകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ 4 ലക്ഷത്തിലധികം അർദ്ധസൈനിക വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ കൂടിയാണ് കമാൽ റസ സുലൈമാനി ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇത് തീക്ഷ്ണമായിട്ടുള്ള ഈ അവസ്ഥയെയും തങ്ങൾ മറികടക്കും, അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതികാരം ചെയ്യുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകിയിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണം തെല്ലവീവിലേക്കും ജെറൂസലമിലേക്കും നടത്തിയത് അതിനുള്ള തിരിച്ചടിയുടെ ഭാഗമാണെന്ന് കൂടി ഇറാൻ നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ 2 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഈ മേഖലയിലെ സംഘർഷം ഏതെങ്കിലും അർത്ഥത്തിലൊരു പരിഹാരമില്ലാതെ അനിശ്ചിതമായി തന്നെ തുടരുമെന്ന സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രതികരണത്തിൽ, അതോടൊപ്പം തന്നെ ഇറാനിയൻ നേതൃത്വത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. ട്രംപ് വ്യക്തമാവുന്നത് ഈ എണ്ണവില ഉയരുന്നത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഈ ആക്രമണം നിലയ്ക്കുന്നതോടുകൂടി അത് അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുകൂടി പരോക്ഷമായിട്ട് യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യത സൂചന നൽകിക്കൊണ്ട് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇറാനിയൻ നേതൃത്വം വ്യക്തമാക്കുന്നത് പിന്നെ ചില മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, വെടിനിർത്തൽ നിർദ്ദേശം, അത് പിന്നെ പൂർണ്ണമായിട്ട് നിരാകരിക്കാൻ തങ്ങൾ തീരുമാനിച്ചതായിട്ടാണ് പരമോന്നത ആത്മീയ നേതാവ് മുജ്തബ ഖാംനെയി അറിയിച്ചതായിട്ട് വാർത്താമാധ്യമങ്ങളിൽ വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. നിരവധി യൂറോപ്യൻ രാജ്യങ്ങളെയും മറ്റും തങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ, കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ പ്രസിഡന്റ് ട്രംപ് ക്ഷണിച്ചിരുന്നു. പക്ഷെ അതൊക്കെയും ഈ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ മാത്രമല്ല, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള, ജപ്പാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അത് നിരാകരിച്ചു. ഇത് ട്രംപിന് വലിയ രോഷാകുലനാക്കിയിട്ടുണ്ട്. ഇനി ഇത്തരം രാജ്യങ്ങളുടെ ഒരു പിന്തുണയും തനിക്ക് വേണ്ട. കാരണം നിർണായക ഘട്ടത്തിൽ, യുക്രൈൻ പോലുള്ള പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ താൻ പൂർണ്ണമായും അവർക്കൊപ്പം നിലനിന്നിരുന്നു. പക്ഷെ താനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ വളരെ നിഷേധാത്മകമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത്. ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായി എന്നുകൂടി ട്രംപ് വ്യക്തമാക്കി. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള പരിശ്രമങ്ങൾക്ക് പിന്നെ പൂർണ്ണ പിന്തുണ നൽകുമെന്നൊരു പ്രഖ്യാപനം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ ഉപദേശകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ അൻവർ ഗർഗാഷ് ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു മധ്യസ്ഥ നീക്കങ്ങളോ വെടിനിർത്തൽ നിർദ്ദേശമോ മുന്നോട്ട് വെക്കാൻ മിക്ക രാജ്യങ്ങളും ശ്രമിച്ചെങ്കിൽ പോലും അതൊക്കെയും പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഒരു തരത്തിലുള്ള മധ്യസ്ഥ ശ്രമവും ഇപ്പോൾ നടക്കാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് അലി ലാരിജാനിയുടെ മരണമുണ്ടാക്കിയ നഷ്ടം, അത് ഇറാൻ വലിയ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം നേതൃനിരയിൽ ഉണ്ടാവുന്ന ഇത്തരം മരണങ്ങൾ, വിയോഗങ്ങൾ, അത് വലിയ ആഘാതം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നാസർ, അതിനപ്പുറത്തേക്ക് ഇത്തരം ആഘാതങ്ങളൊന്നും ഇറാന്റെ നിലവിലെ ആക്രമണങ്ങളെ ബാധിക്കില്ല എന്നതുകൂടിയാണ് മനസ്സിലാക്കുന്നത്. അയത്തുള്ള അലി ഖാംനേയ്ക്ക് ശേഷം ഒട്ടും ആക്രമണങ്ങൾക്ക് കുറവില്ലാതെ തന്നെയാണ് കാര്യങ്ങൾ. അവിടെ ഒരു ഗവേണിംഗ് സിസ്റ്റം ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു പോകുന്നത്. ഇപ്പോൾ ലാരിജാനി ഇല്ലാതായെങ്കിൽ പോലും അതിനെ മറികടക്കാനുള്ള ഒരു നേതൃ സംവിധാനം അത് നേരത്തെ തന്നെ ഇറാൻ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പാശ്ചാത്യ മാധ്യമങ്ങളിൽ അടക്കം വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളടക്കം ഇനി ഭയപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. അയൽ രാജ്യമായിട്ടുള്ള ഇറാനുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. അതിനെ തകർക്കുന്നൊരു നീക്കത്തിനും തങ്ങളില്ല. അതുകൊണ്ട് തങ്ങളുടെ ഏതെങ്കിലും ഇടങ്ങൾ കര, വ്യോമ, അതോടൊപ്പം തന്നെ ജലാതിർത്തികൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരായിട്ടുള്ള ഒരു ആക്രമണത്തോട് തങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അത് വളരെ കണിശമായി തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തതായിട്ട് ഈ രാജ്യങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷേ നമ്മൾ പിന്നീട് കാണുന്നത് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതാണ്. ഒരുപക്ഷെ ഈ സംഘർഷത്തിൽ ഒരു വലിയ സമ്മർദ്ദ ശക്തിയാക്കി ഗൾഫ് രാജ്യങ്ങളെ മാറ്റിയെടുക്കാമെന്ന ഒരു പ്രായോഗിക നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അവരതിനെ വിലയിരുത്തുന്നത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്ക് അത് ഒരു നിലയ്ക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം അയൽ രാജ്യങ്ങളുടെ ഈ പരമാധികാരത്തിൽ ലംഘിച്ചുകൊണ്ട് നിരന്തരമായി ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ വരുന്നു. അത് ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല. നിരവധി പേർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇറാൻ വിശദീകരിച്ചിരുന്നു. പക്ഷേ പ്രയോഗതലത്തിൽ വിമാനത്താവളങ്ങളിലേക്കും ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കും താമസ കെട്ടിടങ്ങളിലേക്കും ഒക്കെ ഈ ആക്രമണം നീളുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ നിലപാടിൽ വളരെ വ്യക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന ഖത്തർ, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും ഈ ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് വളരെ കൃത്യമായി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങളുടെ മറ്റൊരു നിലപാട്, അതായത് ഹോർമുസിന്റെ സുരക്ഷയ്ക്ക് US നടത്തുന്ന പരിശ്രമങ്ങളിൽ പങ്കാളിയാകുമെന്ന് UAE വ്യക്തമാക്കുന്നു. നമുക്കറിയാം പല നാറ്റോ രാജ്യങ്ങളും ഈ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കുമ്പോഴാണ് UAE ഇത്തരമൊരു സഹായ ഹസ്തം വാഗ്ദാനം ചെയ്യുന്നത്. എങ്ങനെയാണ് UAEയുടെ ഈ നീക്കത്തെ കാണേണ്ടത്? ജിൽസി, ഇത് തത്വത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ UAE നേതൃത്വം ഡോക്ടർ അൻവർ ഗർഗാഷ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഈ മേഖലയിൽ ഒരു സമാധാനം, കെട്ടുറപ്പ്, സുരക്ഷ ഇത് ഉറപ്പുവരുത്തുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി വൻശക്തി രാജ്യങ്ങളുമായും അന്തർദേശീയ സമൂഹവുമായിട്ടും തങ്ങൾ സഹകരിക്കും. പക്ഷേ ആ സഹകരണം ഏത് സ്വഭാവത്തിലായിരിക്കും? ഏതെങ്കിലും അർത്ഥത്തിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കുന്നത് സംബന്ധിച്ച ഒരു സൂചനയും UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നേരമറിച്ച് പ്രതിസന്ധി നയതന്ത്ര തലത്തിൽ തന്നെ പരിഹരിക്കണം. ഏതെങ്കിലും സൈനികമായിട്ടുള്ള ഇടപെടലിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കാനാവില്ല. അത് മേഖലയുടെ കെട്ടുറപ്പിനും സുരക്ഷയ്ക്കും ഭാവിക്കും വലിയ തോതിൽ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന ഒരു നിലപാടാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഹോർമുസ് കടലിടുക്കിൽ ഒരു സുരക്ഷ, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ ചരക്ക് കപ്പലുകൾ സുഗമമായി കടന്നു പോകേണ്ടത് UAEയുടെ കൂടി ആവശ്യമാണ്. കാരണം എണ്ണ ഉൾപ്പെടെയുള്ള ചരക്കുകൾ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത് തടയപ്പെടുന്നത് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക കെട്ടുറപ്പിനെ കൂടി ബാധിക്കുന്നത് കൊണ്ടാണ് ആ ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രയോഗതലത്തിൽ അത് എങ്ങനെയായിരിക്കും ആ പങ്കാളിത്തം? ഏതെങ്കിലും അർത്ഥത്തിൽ പ്രത്യക്ഷമായിട്ടൊരു പങ്കാളിത്തം വഹിക്കാൻ സാധ്യത കുറവാണെന്നാണ് മൊത്തം ഗൾഫ് രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ആ ഒരു തത്വത്തിൽ ഇത് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ എത്ര കണ്ട് ഈ പങ്കാളിത്തം ഉണ്ടാകുമെന്ന കാര്യം വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും തെളിയാൻ പോകുന്നത്.